നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ കുറച്ച് ഫലങ്ങളെ പറ്റിയാണ്. നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നക്ഷത്രങ്ങളിൽ 27ാമത് വരുന്ന നക്ഷത്രമാണ് രേവതി നക്ഷത്രം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ ആത്മാർത്ഥതയുള്ളവരും സൽസ്വഭാവികളുമായിരിക്കും. നല്ലതുപോലെ സംസാരിക്കുവാനും സന്ദർഭമനുസരിച്ച് പെരുമാറാനും നല്ല കഴിവുള്ളവരായിരിക്കും. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ആരെയും പരിധിക്ക് അപ്പുറത്ത് വകവച്ചു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. ഇവർ തികഞ്ഞ സ്വാതന്ത്ര്യബുദ്ധിയുള്ളവരും സ്വാതന്ത്ര്യപ്രേമികളുമായിരിക്കും. സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന വാക്കുകളോ പ്രവൃത്തികളോ ആരിൽ നിന്നുണ്ടായാലും അതിനെ അവർ നഖശിഖാന്തം നേരിടുമെന്നുള്ളതാണ്. എന്നാൽ ചില വിഷമ പ്രശ്നങ്ങൾ വന്നു ചേർന്നാൽ ഇവർ പെട്ടെന്ന് തളർന്നു പോകുന്നവരാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ സഹിക്കുവാനുള്ള മനഃശക്തി ഇവർക്ക് വളരെ കുറവായിരിക്കും. ഹൃദയചാഞ്ചല്യം ഇവർക്ക് വളരെ കൂടുതലായിരിക്കും. തനിക്ക് ദോഷം ഭവിക്കുന്ന കാര്യമാണ് എങ്കിൽ പോലും അറിഞ്ഞ കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞേ ഇവർക്ക് തൃപ്തിയാവുകയുള്ളൂ. രഹസ്യങ്ങളെ സൂക്ഷിക്കുവാനുള്ള സ്വഭാവം ഇവർക്ക് ഇല്ലെന്നതാണ് സത്യം. അടുപ്പമുള്ളവരായാലും സ്നേഹമുള്ളവരായാലും ആരെയും അത്ര കണ്ട് വിശ്വസിക്കുന്നവരല്ല രേവതി നക്ഷത്രക്കാർ. പാണ്ഡിത്യത്തിലും ഗവേഷണത്തിലും ഇവർ മുൻപന്തിയിലായിരിക്കുമെന്നുള്ളതാണ്. ശാസ്ത്രീയവും കലാപരവുമായ എല്ലാ രംഗങ്ങളിലും ഇവർ ശോഭിച്ചു കാണുന്നുണ്ട്. ഇതിലേതെങ്കിലും കൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിൽ അറിയപ്പെടുകയും ചെയ്യും. ഇവർ പൊതുവെ ശുദ്ധഹൃദയരാണ്. മനസ്സിൽ ഒന്നും പുറമേ മറ്റൊന്നും എന്ന സ്വഭാവക്കാരായിരിക്കില്ല ഇവർ. രേവതി നക്ഷത്രക്കാരിൽ അധികവും മുൻകോപികളായിട്ടാണ് കാണപ്പെടുന്നത്. ആരെന്ത് പറഞ്ഞാലും സ്വന്തം അഭിപ്രായത്തെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും ഇവരുടെ പ്രവൃത്തിയും സ്വഭാവവും. അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇവർ സ്വയം അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ആദർശത്തിൻ്റെ പേരിൽ ചില സന്ദർഭങ്ങളിൽ സ്ഥലകാല പരിഗണനകൾ കൂടാതെ തന്നെ ഇവർ ശോഭിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണാം. കോപം കൊണ്ട് ചെയ്യുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പിന്നീട് പശ്ചാത്തപിക്കുന്നവരായിരിക്കും ഈ കൂട്ടർ. അടിയുറച്ച ഈശ്വരഭക്തരായിരിക്കും ഇവർ. ഇവരെക്കാൾ വലിയ ഈശ്വരഭക്തർ വേറെയുണ്ടാകില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകും. ഇവരുടെ ഈശ്വരഭക്തി അടിയുറച്ചതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടായിരിക്കുമെന്നുള്ളതാണ്. രേവതി നക്ഷത്രക്കാർ കലാപരമായ കഴിവുകളുള്ളവരും വൈദ്യം, ജ്യോതിഷം തുടങ്ങിയ വിഷയങ്ങളിൽ പാണ്ഡിത്യം നേടുന്നവരുമായിരിക്കുമെന്നുള്ളതാണ്. ഇതിലേതെങ്കിലും കൊണ്ടു തന്നെ ഒരു മാന്യമായ ജീവിതമാർഗം നേടിയെടുക്കുന്നവരുമായിരിക്കും രേവതി നക്ഷത്രക്കാർ. ഔദ്യോഗിക രംഗത്ത് ഇവർക്ക് നല്ല നിലയിൽ ശോഭിക്കാൻ കഴിയും. ഇവർ ശുദ്ധഗതിക്കാരായതുകൊണ്ട് ഇവർക്ക് വ്യാപാര രംഗം അത്ര കണ്ട് വിജയപ്രദമായിരിക്കില്ല. പിതാവിനെ കൊണ്ടോ ബന്ധുജനങ്ങളെ കൊണ്ടോ ഇവർക്ക് കാര്യമായ പ്രയോജനങ്ങളൊന്നും ലഭിക്കാറില്ല. സഹോദരങ്ങളെ കൊണ്ടുള്ള നന്മയും പൊതുവെ ഇവർക്ക് കുറവായിരിക്കും. സഹോദരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത രീതിയും മനോഭാവവുമായിരിക്കും ഇവർക്കുള്ളത്. ഇവർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അധികം പേരും നാട് വിട്ട് ജീവിക്കുന്നവരായിരിക്കും. അതായത് വിദേശത്തോ മറ്റോ. സ്വന്തം പരിശ്രമം കൊണ്ട് തന്നെയായിരിക്കും ഇവർ ജീവിത വിജയം നേടുന്നത്. പ്രവർത്തന രംഗങ്ങളിൽ ഒരിക്കലും ഇവർ പരാജയപ്പെട്ടു കാണുന്നില്ല എന്നുള്ളതാണ്. അസാമാന്യമായ കഴിവും സാമർഥ്യവും ഇവർക്ക് ജന്മസിദ്ധമാണ്. ഇവിടെയും ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നവരല്ല ഈ കൂട്ടർ എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് വലിയ ശ്രദ്ധ കൊടുക്കുന്നവരല്ല രേവതി നക്ഷത്രക്കാർ.
50 വയസ്സിന് ശേഷമായിരിക്കും ഇവർക്ക് ന്യായമായി പ്രതീക്ഷിക്കാവുന്ന സ്വസ്ഥമായ ഒരു ജീവിതമാർഗം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇവരുടെ വിവാഹ ജീവിതം വളരെ അനുഗ്രഹീതമായിരിക്കും. സാധുശീലകളായ ഭാര്യമാരായിരിക്കും ഇവർക്ക് വന്നു ചേരുന്നത്. എന്നാൽ ഇവരുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകതയറിഞ്ഞ് പെരുമാറാൻ പ്രാപ്തിയും നയചാതുര്യമില്ലാത്ത ഭാര്യയാണെങ്കിൽ കുടുംബജീവിതം തികഞ്ഞ പരാജയത്തിൽ കലാശിക്കുമെന്നുള്ളതാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ സുശീലകളും സുന്ദരികളുമായിരിക്കുമെന്നാണ്. മാന്യമായ സംസാര രീതിയും പ്രവൃത്തികളും ഇവരിൽ കാണാൻ കഴിയും. അഭിമാനികളായ ഇവർ തികഞ്ഞ ധർമ്മബോധമുള്ളവരായിരിക്കും. ഈശ്വരഭക്തകളും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരും കുടുംബത്തിൻ്റെ ക്ഷേമത്തിനു വേണ്ടി താൽപ്പര്യം കാണിക്കുന്നവളുമായിരിക്കും. ഭർതൃഭാഗ്യവും സന്താനഭാഗ്യവും ഏറിയിരിക്കും. ഭരണി, രോഹിണി, തിരുവാതിര, ഉത്രാടം ഈ നാളുകാരുമായി രേവതി നക്ഷത്രക്കാർക്ക് ഒരു ഇടപാടുകളും പാടില്ല. വിവാഹത്തിനും വിദ്യാരംഭത്തിനും ഉത്തമ നക്ഷത്രം കൂടിയാണ് രേവതി നക്ഷത്രം. ഇവരുടെ ദശാനാഥൻ ബുധനാണ്. ബുധദശയിലാണ് ഇവരുടെ ജനനം. തുടർന്ന് കേതുദശ, ശുക്രദശ, സൂര്യദശ, ചന്ദ്രദശ, ചൊവ്വദശ, രാഹുദശ, വ്യാഴദശ ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. രേവതി നക്ഷത്രത്തിൻ്റെ പൊതുവായ കുറച്ചു ഫലങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ജനന സമയത്തെ ഗ്രഹസഞ്ചാരമനുസരിച്ച് ഫലത്തിൽ മാറ്റം വരാം. ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.